ഗുഡ് മോർണിംഗ് ടീച്ചർ. എല്ലാവരും നല്ല ഓക്കെ ആയിട്ടിരിക്കല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? എന്താണ്? ഐഡിയ ഓഫ് സോളിഡ്സിന്റെ ജനറൽ ഐഡിയാസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് ടോപ്പിക്കിന്റെ പേര്? വോളിയം ഓഫ് എ സിലിണ്ടർ. എന്താണ് വോളിയം ഓഫ് സിലിണ്ടർ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വോളിയം ഓഫ് സിലിണ്ടർ? സിലിണ്ടർ എന്താണെന്ന് അറിയോ? ഇല്ല. നമുക്ക് പഠിക്കാം കേട്ടോ. വോളിയം ഓഫ് സിലിണ്ടർ. ട്യൂബ് ലൈറ്റ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മളെ ക്ലാസ്സിൽ തന്നെ ഉണ്ടല്ലേ? എവിടെയാ ട്യൂബ് ലൈറ്റ്? ട്യൂബ് ലൈറ്റ് കണ്ടില്ലേ? ട്യൂബ് ലൈറ്റിന്റെ ഷേപ്പിനാണോ ഇതിന്? അതെ, ഏകദേശം സിമിലർ ആണ്. ഒരു PVC പൈപ്പിന്റെ ഷേപ്പ്, പിന്നെ ഒരു മാർക്കറിന്റെ ഷേപ്പ്. നമ്മുടെ ചോക്കിന്റെ ഷേപ്പോ എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പൊ എന്താണ് ഇതിനുമായിട്ടുള്ള സിമിലാരിറ്റി? എന്താണ്? ഒരാൾ വന്നേ, ഷിഫാനോടെ. ഷിഫാനയ്ക്ക് ഞാൻ കുറച്ച് കോയിൻസ് തരാം. ഈ കോയിൻസ് വെച്ച് ഷിഫാന ഒരു ടോൾ പിരമിഡ് ഉണ്ടാക്കി തന്നെ. വെരി ഗുഡ്. ഇതെന്താണ്? പിരമിഡ്. ഈ പിരമിഡിന്റെ ഷേപ്പും ഇതും വെരി ഗുഡ് ഷിഫാന. ഈ പിരമിഡിന്റെ ഷേപ്പും നമ്മുടെ കയ്യിലിരിക്കുന്ന ട്യൂബ് ലൈറ്റ്, PVC പൈപ്പ്, മാർക്കർ, ഇതുമായിട്ടൊക്കെ എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. എന്താണ് അതിന്റെ സാമ്യം? ഒരേപോലെയാണ്. ഇതിന്റെ കാർബൺഡ് സർഫസ് ആണല്ലേ? പിന്നെ അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്ത് ഷേപ്പാണ്? സർക്കിൾ ഷേപ്പാണ്. അപ്പൊ എന്താണ് ഒരു സിലിണ്ടറിന് ഡൗട്ട് ഉണ്ടോ? എന്താണ് ഒരു സിലിണ്ടർ? പറഞ്ഞു തരാം. എന്താണ് സിലിണ്ടർ നോക്കി എല്ലാവരും വായിച്ചേ. വാട്ട് ഈസ് സിലിണ്ടർ? എ സിലിണ്ടർ വിത്ത് സർക്കുലർ ബേസസ് ജോയിൻഡ് ബൈ കർവ്ഡ് സർഫസസ്. എന്താണ്? എ സോളിഡ് വിത്ത് സർക്കുലർ ബേസസ് ജോയിൻഡ് ബൈ കർവ്ഡ് സർഫസ്. ഇത്തരം സോളിഡ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിലിണ്ടർ എന്ന് വിളിക്കാം. അപ്പൊ മനസ്സിലായോ? ഒരു സിലിണ്ടറിന് എന്തായിരിക്കണം? അതിന്റെ ബേസ് എങ്ങനെയായിരിക്കണം? സർക്കുലർ ആയിരിക്കണം. ഹൈറ്റിന്റെ അവിടെ കർവ്ഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു സിലിണ്ടറിനെ അങ്ങനെയുള്ളതിനെ നമുക്ക് സിലിണ്ടർ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ബേസ് എന്താ പറഞ്ഞേ? സർക്കിൾ. ഇതിന്റെ ബേസ് എന്താണ്? സർക്കിൾ. അപ്പൊ സർക്കിൾ ഇതിന്റെ വോളിയം കാണാൻ നമുക്ക് അറിയാമോ? ഇല്ലല്ലോ. പക്ഷെ നമുക്ക് എന്തറിയാം? സർക്കിളിന്റെ ഏരിയ അറിയാം. അപ്പൊ ഇതിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ബേസ് ഏരിയ എന്താണ്? വെരി ഗുഡ്. സർക്കിളിന്റെ ബേസ് ഏരിയ എന്താണ്? πr². സർക്കിളിന്റെ ബേസ് ഏരിയ എന്തെന്ന് കിട്ടി? πr² എന്ന് കിട്ടി. ബേസ് മാത്രം മതിയോ? വോളിയം കാണണമെങ്കിൽ എന്തും വേണം? ഹൈറ്റും വേണം. അപ്പൊ ഇതിന്റെ നമുക്ക് ഹൈറ്റും കൂടെ കണ്ടുപിടിച്ചാൽ പോരെ? വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ വോളിയം ഓഫ് എ സിലിണ്ടർ ഇക്വേഷൻ എന്താ പറഞ്ഞേ? πr² into h. ബേസ് ഏരിയ into ഹൈറ്റ്. ബേസ് ഏരിയ into height. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ബേസ് ഏരിയ into ബേസ് ഏരിയ ആണല്ലോ ഇക്വേഷൻ എന്താ? πr² into height ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് സിലിണ്ടർ കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു ആക്ടിവിറ്റി പോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ തരാം കേട്ടോ. Find the volume of a cylinder with radius എത്രയാണ്? 3 centimeter and radius മാത്രം മതിയോ? ഹൈറ്റ് എത്രയാണ്? 6 centimeter. ഇനി നമുക്ക് ഇക്വേഷൻ ഇട്ട് നോക്കാം. വോളിയം ആണ് ഇക്വേഷൻ പറഞ്ഞേ.
പൈ ആർ സ്ക്വയർ എച്ച്. പൈ ആർ സ്ക്വയർ എച്ച്. പൈ ഇൻറ്റു ആർ സ്ക്വയർ എത്രയാ? 3 സ്ക്വയർ. 3 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്രയാ? 6. നമുക്ക് ഇത് ചെയ്യാമോ? കാണാൻ പറ്റുന്നുണ്ടോ? 3 സ്ക്വയർ എത്രയാ? 9 ഇൻറ്റു 6 ഇൻറ്റു 5. 9 ഇൻറ്റു 6 എത്രയാ? 54 പൈ സെന്റിമീറ്റർ എന്താണ്? സ്ക്വയർ ആണോ? ക്യൂബ്. സെന്റിമീറ്റർ ക്യൂബ്. ഇപ്പൊ എന്ത് കിട്ടി? വോളിയം ഓഫ് ആ സിലിണ്ടർ കിട്ടി അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ എന്താണ് പറഞ്ഞത്? വോളിയം ഓഫ് എ സിലിണ്ടർ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായല്ലോ? താങ്ക് യു.